അമ്മ ഇവിടെ ഒരാൾ വന്നിട്ട് പൈസ ഇല്ല ഒരു നേരത്തെ ഭക്ഷണം തരാൻ പറഞ്ഞാൽ തരൂ? കൊടുക്കും. കൊടുക്കൂ? ഉറപ്പാണോ? ജോലി ചെയ്യാൻ വയ്യാത്ത ഒരാൾക്ക് കൊടുക്കും. ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കൊടുക്കും. അംഗവൈകല്യമൊക്കെ ഉള്ള ഒരാൾ വന്നൊരു നേരത്തെ ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കുമല്ലോ? കൊടുക്കും. ഇതാണ് കിളിമാനൂർ കൊട്ടാരക്കര റോഡ്. ഈ റോഡിലൂടെ പോകുമ്പോൾ ഒരു 40-45 വർഷത്തോളമായിട്ട് കപ്പയും ബീഫും മാത്രമായി തയ്യാറാക്കി കൊടുക്കുന്ന ഒരു കടയുണ്ട്. ഇവിടുത്തെ കപ്പയും ബീഫും കഴിക്കാൻ ഒരുപാട് വർഷങ്ങളായി ആളുകൾ തേടി തന്നെ വന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ വിറകടുപ്പിൽ തയ്യാറാക്കി കപ്പയും ബീഫും വളരെ രുചിയോടുകൂടി കൊടുക്കുന്ന ഈ ഒരു കടയാണ് ഇന്നത്തെ വീഡിയോ. അമ്മ ഇവിടെ എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. 10-45 വർഷത്തിന് പുറത്തുണ്ട് ഞങ്ങൾക്ക് കട. പിന്നെ കപ്പയും ഇറച്ചി മാത്രമായിട്ട് 10-15-17 വർഷത്തോളം ആവുന്നു. 17 വർഷത്തോളം ഇത് മാത്രം. പിന്നെ ചായയുണ്ട്, പഴംപൊടിയുണ്ട്. പിന്നെ കാപ്പിയൊന്നും വേറെ ഉണ്ടാക്കുന്നില്ല ഇപ്പൊ. അന്ന് ശരീരസുഖം ഇല്ലാത്തോണ്ടാ. പരിമിതിയുണ്ട്. അമ്മയ്ക്ക് കൈ വയ്യ, പിന്നെ എനിക്കും പ്രശ്നങ്ങളാ. പിന്നെ മോനും കൂടെ ഉണ്ടായിരുന്ന അവനിപ്പം ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്നു. അത് നമ്മള് വിറവടുപ്പിലല്ലേ എല്ലാം വെക്കുന്നേ. പണ്ട് മുതലേ ചായയും വിറവടുപ്പായിരുന്നു. പക്ഷെ ഇപ്പം ചായക്ക് അടുപ്പില്ലാത്തോണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തായിരുന്ന കട. കട അവര് അവിടെ പോയി വെക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി. വാടകയ്ക്കാ വേറൊരു അമ്മാവന്റെ. മുമ്പ് കട ഇവിടെ ഉണ്ടായിരുന്നു. ജംഗ്ഷനി മുതലേ കടയാ. ഇങ്ങനെ ഓരോരുത്തർക്കും ഇടത്തോട്ട് മാറും. അവര് ഒഴിയാൻ പറയുമ്പോ നമ്മള് മാറും. പിന്നെ നമ്മള് തുടങ്ങും. നിർത്താൻ പറ്റത്തില്ല, കാരണം നമ്മക്ക് വേറെ ജീവിതമാർഗം ഇല്ല. ഇതേ ഉള്ളൂ. പരിചയമുള്ളവര് തേടി പിടിച്ച് വരുന്നുണ്ടല്ലോ? വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു. ഇതേ ഉള്ളൂ, നമുക്ക് വരുമാനം ഇതേ ഉള്ളൂ. ഈ ഒരു ബീഫ് തയ്യാറാക്കുന്ന ജോലി എത്ര സമയം കൊണ്ടാണ് പൂർത്തീകരിക്കും? അതായത് എപ്പോഴായിരിക്കും ഇത് തുടങ്ങുക ബീഫ് തയ്യാറാക്കി? 9 മണി കഴിയുമ്പോൾ ആവും. 6 മണിക്ക് സാധനം കൊണ്ടുവരും. 9 മണിക്ക് ഇവിടെ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. എത്ര കിലോ കപ്പ ഇവിടെ ചെലവാകും ഒരു ദിവസം? അതൊന്നും പറയാൻ കിലോനെ, കാരണം അത് ചില ദിവസം കച്ചവടം കുറവായിരിക്കും. അന്നേരം ബാലൻസ് വരും. അതുകൊണ്ട് കുറേശ്ശേ വേവിക്കും. കുറേശ്ശേ വേവിക്കത്തുള്ളൂ. ആവശ്യാനുസരണം തീരുന്നതനുസരിച്ച് തയ്യാറാക്കി എടുക്കുകയാണ്. ഇറച്ചി ഒരു പ്രാവശ്യം വേവിക്കും. എത്ര മണിവരെ കട ഉണ്ടാവും? 7:30 വരെയുണ്ട്. ചേച്ചിയുടെ ഒപ്പം സഹായിക്കാനായിട്ട് അച്ഛനും അമ്മയാ ചെയ്യുന്നതല്ല. എല്ലാം ചെയ്യുന്ന അമ്മയാണ്. ഞാനും ചെയ്യും, അമ്മക്ക് അറിയാം. എന്നാലും അമ്മ ഇപ്പം മെയിനായിട്ട് ഈ പണ്ടുതൊട്ടേ വിറകടുപ്പിൽ തന്നെയാണ്. അതിലൊരു മാറ്റം വരുത്തൂ? അതിനൊരു മാറ്റം വരാൻ ആഗ്രഹിക്കുന്നില്ല. മാറ്റം വന്നാ പോയി. ഗ്യാസൊക്കെ നഷ്ടം, മുതലാവത്തില്ല. പിന്നെ ഈ തയ്യാറാക്കി എടുക്കുന്ന രുചിയും വ്യത്യാസം വരും. വിറവില്ല വെക്കുന്ന ചീനിയും വേവിക്കുന്നതും ഇറച്ചിയും വിറകടുപ്പിലാണ്. ഇവിടെ ചായ അതിന്റെ താഴത്ത് തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെ അടുപ്പ് കുറവാ. കാരണം 3 അടുപ്പേ ഉള്ളൂ. അന്നേരം ആ അടുപ്പിനകത്ത് 3 ഉണ്ടാകുമ്പോൾ ചായക്ക് പാട് വരും. ഈ ഒരു കട കൊണ്ട് തന്നെയാണ് ഉപജീവന മാർഗമായിട്ട് പോകുന്നത് അല്ലേ? നിങ്ങളുടെ ഒരു കുടുംബം ജീവിക്കുന്നത് ഈ ഒരു കട കൊണ്ട് തന്നെയാണ്. ഈ ഒരു കടയിലേക്ക് വരണമെങ്കിലുള്ള വഴി എങ്ങനെയാ നമ്മള് പറയാ? കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം ബസ്, എറണാകുളം ബസ് വരുവാണെങ്കിൽ കൊട്ടാരക്കര വന്നിട്ട് നമുക്ക് പൊലിക്കോട് ആയൂര് പോയിന്റ്, പൊലിക്കോട് പറഞ്ഞാൽ ജംഗ്ഷനിൽ ഇറക്കും. ജംഗ്ഷനിൽ നിന്ന് ഒരു 100 മീറ്റർ കിഴക്കോട്ട് മാറിയ കട. അറക്കലും മലമേലി പോകുന്ന റൂട്ട് അഞ്ചല്. ജംഗ്ഷന്റെ പേര് എപ്പോഴും സർവീസ് ഉള്ള റൂട്ടാണ്. ഈ പൊലിക്കോടുന്ന് എവിടേക്ക് പോകുന്ന റൂട്ടിലാണ്? അഞ്ചല് കുളത്തൂപ്പുഴ എല്ലാം ഈ റൂട്ട്. ആ റൂട്ടിലേക്ക്, ആ റോഡിനുള്ളിലേക്കാണ്. 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കട വരുന്നത്. നല്ലൊരു അമ്പലം, 2 അമ്പലം, ദേവീ ക്ഷേത്രവും ഭഗവാന്റെ ഒരു അമ്പലമുണ്ട്. മലമേലി ഇഷ്ടം പോലെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നമ്മുടെ ആളൊക്കെ ഇഷ്ടംപോലെ വരും. കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. അത്രേ ഉള്ളൂ. അമ്മ എല്ലാ ദിവസവും ഈ പഴംപൊരി ഇവിടെ ഉണ്ടാവും. ബീഫിനോട് പഴംപൊരി മാത്രമായിട്ടും കൊടുക്കാറുണ്ടോ? അങ്ങനെ പോകും. അതെ, കപ്പയല്ലാതെ പഴംപൊരിയും ബീഫുമായിട്ടും അല്ലേ? അങ്ങനെ കഴിക്കുന്നവരുണ്ടല്ലോ. നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫേമസ് അല്ലെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. കോഴിക്കോടൊക്കെയാണ് ഇത് കൂടുതലായിട്ട് പഴംപൊരിയും ബീഫും. അമ്മേനെ ഒന്ന് പരിചയപ്പെടുത്താവോ? അമ്മയുടെ പേരും? എന്റെ പേര് ഗിരിജ എന്നാണ്. ഈ കട ആദ്യം നടത്തിക്കൊണ്ടിരുന്ന അച്ഛനും അമ്മയും തന്നെ? അമ്മയെ ഇപ്പോഴും അവര് തന്നെ. ഞങ്ങളും കൂടെ ഇറങ്ങി വരുന്നേ ഉള്ളതേ ഉള്ളൂ. ഇനി കുറച്ചാൾ കഴിഞ്ഞാലും ഈ വിറകടുപ്പ് മാറ്റില്ലല്ലോ. ചെയ്യാൻ ഒക്കുന്നിടത്തോളം ഈ ഒരു നിലവാരം തുടർന്നും കൊണ്ടുപോകുമല്ലോ ബീഫിനൊക്കെ. പിന്നെ ഈ ഒരു രുചി നിലനിർത്തി അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ തുടർന്നും കൊടുക്കുമല്ലോ. നമുക്ക് ജീവിക്കണ്ടേ? നമ്മൾ ഇതിനകത്ത് ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എത്ര നാൾ അങ്ങനെയൊന്നും പോകത്തില്ല തോന്നിയ നാള്. അതുകൊണ്ട് നേരെ പോവും, നേരെ വരുക, അതേ ഉള്ളൂ. ഇതാണ് ഈ കടയിലെ മുതലാളി. അമ്മേനെ ഒന്ന് പരിചയപ്പെടുത്താവോ? പേരെന്താണ്? എന്റെ പേര് കവലമ്മ. ഈ കട തുടങ്ങുമ്പോ ആദ്യം തൊട്ടേ അമ്മയല്ലേ ഇവിടെ ഉണ്ടായിരുന്നു? അച്ഛനും ഉണ്ടായിരുന്നു. ഈ വൃത്തിയാക്കുന്ന ചെറിയ ഉള്ളി മാത്രമേ ബീഫിൽ ചേർക്കത്തുള്ളൂ? അത്രേ ഉള്ളൂ.
ചെറിയുള്ളി മാത്രം, സവാളയൊന്നും ഉൾപ്പെടുത്തത്തില്ല. അതൊക്കെയാണോ ഈ ബീഫിന്റെ രുചിയുടെ രഹസ്യം? എല്ലാ ദിവസവും കട തുറക്കുമോ? എല്ലാ ദിവസവും തുറക്കും. പരമാവധി എല്ലാ ദിവസവും തുറക്കാൻ ശ്രമിക്കും. സുഖം ഇല്ലെങ്കിൽ മാത്രമേ, നിവർത്തി ഇല്ലെങ്കിൽ മാത്രമേ ഒഴിവാക്കത്തുള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും കാണും. ഇവിടെ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ തേടി വരുന്നുണ്ടല്ലോ. ഒരുപാട് ഇത്രയും വർഷത്തോളം ഈ കടയുടെ പരിചയം കൊണ്ടാണോ? അത്ര വർഷത്തെ പരിചയം തന്നെയല്ല പോലെ. ഇപ്പൊ ഇതെല്ലാം ഈ വീഡിയോയിൽ കണ്ടേ വരുന്ന ആളുകളാണ്. ഒരുപാട് ഇതൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഈ വിറകടുപ്പില് ബീഫൊക്കെ തയ്യാറാക്കുമ്പോ ഈ വിറക് മേടിക്കുകയാണോ പുറത്തുനിന്ന്? വിറകെല്ലാം മേടിക്കുക, എല്ലാ സാധനവും മേടിക്കുവോളെ. ഇപ്പൊ പച്ചവെള്ളം പോലും ചോപ്പിക്കുന്നത് നമ്മള് കൂലി കൊടുത്താ. പിന്നെ വെള്ളം ഉണ്ട് നമ്മുടെ കിരട്ടി, നമുക്കൊരു കിണറുണ്ട് ഇതിന്റെ പുറേ. അത് എല്ലാ ദിവസവും തെളിഞ്ഞു കിട്ടത്തില്ല. രാവിലെ ഓര് കാണും. ഇവിടെ അന്ന് തലേന്ന് അടിച്ചിടുവാണെങ്കിൽ ഓരില്ല. അതാ കൈ കഴുകുകയും ചീനിയൊക്കെ കഴുകിയൊക്കെ ചെയ്യും. ബാക്കിയെല്ലാം അത്യാവശ്യ ഉപയോഗത്തിന് നമുക്ക് എടുക്കാം. അതേ ഉള്ളു, തേച്ച് വഴക്കമില്ല. കുടിക്കാനെല്ലാം കൊടുത്തിട്ട് നമ്മള് കുട്ടികളെ. ഇനി ഇന്നത്തെ ഈ കടയുടെ പരിപാടികളൊക്കെ കഴിയുമ്പോൾ എത്ര സമയം എടുക്കും? വൈകിട്ടാവും? 7 മണിയാവും. 7 മണിയാകുമ്പോൾ ഒതുക്കി തീർക്കാൻ. നാളെ രാവിലെ എത്ര മണി തുടങ്ങണം? രാവിലെ 6 മണിയാകുമ്പോൾ 5:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങി വരും. പോയി ഇറച്ചി മേടിച്ചു കൊടുത്ത് രുചി ശരിയാക്കി 9 മണിയാകുമ്പോൾ കൊടുക്കും ഞാൻ കപ്പ ഇറച്ചി. 9 മണിയാകുമ്പോൾ നമുക്ക് വന്ന ഭക്ഷണം കഴിക്കാൻ പറ്റും. കഴിക്കാം. എല്ലാം അരിഞ്ഞ് ഉറക്കിയൊക്കെ വെച്ച് രാവിലെ 9 മണിയാകുമ്പോൾ ശരിയാവും. ഇതിന് നല്ലൊരു പണിയുണ്ടല്ലോ ഇതിന്റെ പിന്നിൽ. പണിയെടുത്ത് ഈ പഴംപൊരിയിൽ പഴം 2ആയിട്ട് മുറിക്കുന്ന എന്താണ്? 3ആയിട്ട് മുറിച്ചാൽ കുറച്ചുകൂടെ ലാഭം കിട്ടത്തില്ലേ? ലാഭം കിട്ടും. അത് പിന്നെ പഴം വലുതാണെങ്കിലല്ലേ മുറിക്കാൻ. കരമുള്ള പഴമാണെങ്കിലല്ലേ 3ആയിട്ട് എടുക്കാൻ പറ്റും. അമ്മ ഈ 45-50 വർഷമായില്ലേ കട തുടങ്ങിയിട്ട്? അത്രയും വർഷക്കാരായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടോ? ഉണ്ട്. ഈ ഒരു രുചി അന്ന് ആദ്യം തുടങ്ങിയപ്പോൾ ഉള്ള രുചി ഇപ്പോഴും നിലനിർത്തുന്നുണ്ടോ? ഉണ്ട്. ഞാൻ അപ്പുറത്തെ ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടായിരുന്നു. ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. കുരിക്കോട്ട് ബുക്കിന് അമ്പലത്തോട്ട് കയറുമ്പോൾ ഇടത്ത സൈഡ് കാണിച്ചാൽ അവിടെ ആ മാവിൻ്റെ കൂട്ടി കടയുണ്ടായിരുന്നു. അത് ഏത് വർഷമായിരുന്നു? അത് ഇപ്പം 4-5 വർഷമായി അവിടെ. 6-7 വർഷമായി അവിടെ നിർത്തിയിട്ട്. അപ്പുറം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ തുടങ്ങി. ഇവിടെ ഒരു ഏർപ്പാട് അവിടെ. അത് പിന്നെ 6-7 വർഷമായി അത് അവിടെ തുടങ്ങിയിട്ട്. അന്നേരം അവർ ഒക്കെ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ കര ഒഴിച്ചപ്പോൾ ഇത് കിട്ടി. ഇങ്ങോട്ട് ചെണ്ട് വെച്ച് ഇങ്ങോട്ട് പോയി. ഇത്തരം ഹോട്ടലൊക്കെ നിർത്തി. പിള്ളേരെ എല്ലാം അയച്ചു കഴിഞ്ഞപ്പോഴേ നമുക്ക് ജോലിക്കാരെ നിർത്താനൊന്നുള്ള മാർഗമില്ല മക്കളെ. ജോലിക്കാരെയൊക്കെ നിർത്താൻ നമ്മൾ തന്നെ എത്താൻ ചെയ്യുമോ? എന്നാലും ഈ രുചി നമുക്ക് നിലനിർത്താൻ പറ്റുമോ? ജോലിക്കാരെ വെച്ചാലും വെച്ചാലും എനിക്കൊക്കത്തില്ല, പിള്ളേർ വെച്ചാലും എനിക്കൊക്കത്തില്ല. ഞാൻ കഴിക്കുന്നതല്ല ഇത്. ഞാൻ ഇറച്ചി കഴിക്കത്തില്ല. ഇറച്ചി കഴിക്കും, കോഴി ഇറച്ചി കഴിക്കും. എനിക്ക് അറ്റാക്കൊക്കെ വന്നു മക്കളെ. 3 അറ്റാക്ക് വന്നതാണ്. 3 അറ്റാക്ക് വന്ന് അത് കഴിഞ്ഞ് എൻ്റെ വണ്ടി പറഞ്ഞ് കൈ ഒടിഞ്ഞ് കമ്പി കിടക്കുക. ശരീരം മൊത്തം ഒടിഞ്ഞ് വിരിഞ്ഞിരിക്കുക. ഇപ്പോഴും അധ്വാനിക്കാനുള്ള ഒരു മനസ്സിലാണ് നിൽക്കുന്നത്. ശരീരത്തെ പരിമിതികളുണ്ടെങ്കിലും ഇപ്പോഴേ നിവർത്തി ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ജീവിച്ചു പോകണമല്ലോ. അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. എപ്പോഴും മരുന്നിലൊക്കെ നിൽക്കുവാ. ഇത് അടുത്ത ദിവസത്തേക്കുള്ള ബീഫിനുള്ളതാണോ? എല്ലാം പാറ്റിപ്പറക്കി ഉള്ളിപ്പറക്കി ഒക്കെ വെച്ചിട്ടേ രാവിലെ കഴിവാരി വെച്ചാ പോരെ. അതെ അത് എളുപ്പമാവുമല്ലോ നാളത്തേക്ക്. ഉള്ളി ഇങ്ങനെയും പൊളിക്കാല്ലേ, തോടിളക്കാല്ലേ? അല്ല, എടുത്തിട്ട് തേച്ച് ചെവിട് തരപ്പ് കണ്ടിച്ചാൽ മതി. ശരിയാ, വൃത്തിയാക്കാൻ എളുപ്പമാണ്. വെളിച്ചോണ്ട് വരട്ടി വെയിലത്ത് വെക്കും. അമ്മ നാളത്തേക്കുള്ള കപ്പ ഇപ്പോഴേ വൃത്തിയാക്കൂ? ഇന്നേ വൃത്തിയാക്കി തോലൊക്കെ മാറ്റി പൊളിച്ച് വെച്ചേക്കും. രാവിലെ ഈ കപ്പയിൽ മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുന്നതിന്റെ കാര്യം? മഞ്ഞൾ ഉപ്പ് ചേർത്ത് വേവിക്കട്ടെ, വേവിച്ചാലേ രുചി കിട്ടത്തുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഐറ്റം ബീഫ് അല്ലാതെ ചിക്കനോ മറ്റോ ഇവിടെ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടോ? എടുത്താൽ ചെലവില്ല, എല്ലാം കൂടെ ഒന്ന് ചെലവാകിയാല. കപ്പയും ബീഫാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ. പിന്നെ ആരെങ്കിലും ഓർഡർ തരുവാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. വേറെ പുറത്തുനിന്ന് ഓർഡർ ഒക്കെ എടുത്ത് ചെയ്യാറുണ്ടോ? അങ്ങനെ ആവശ്യാനുസരണം പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറായി കൊടുക്കാനുള്ള ചെയ്തു കൊടുക്കാൻ പറ്റും. തിരുവനന്തപുരത്ത് വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഒന്നിച്ച് വെച്ചു കൊടുത്ത് കൊണ്ടുപോയി ഒരു സാറ് അങ്ങനെ ഓർഡർ കിട്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. 50 പേർക്ക്. ഇവിടെ പാഴ്സൽ പോകുന്നേക്കാളും കൂടുതൽ ആൾക്കാർ വന്ന് കഴിക്കല്ലേ ചെയ്യുന്നത്? പാഴ്സല് പോകും. പാഴ്സലും കുറച്ച് പാഴ്സലുമായിട്ട് അങ്ങനെ. ചോറ് ഉൾപ്പെടുത്താത്തതിന്റെ കാര്യം? ഉച്ചയ്ക്ക് വരുന്നവർക്ക് ചോറും കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ വരുമല്ലോ, അപ്പൊ ചോറ് കൊടുക്കില്ലല്ലോ ഇവിടെ? ചോറ് ഇല്ല, ചോറ് രണ്ടും കൂടെ ചെലവാകിയല്ല. കപ്പ പോകില്ല. കപ്പ പോയാൽ ചോറ് പോയല്ല, ചോറ് പോയാൽ കപ്പ പോകത്തില്ല. അതുമല്ല, നമുക്ക് അധികം കറിയൊക്കെ വേണ്ടെന്ന് പറഞ്ഞൊക്കെ പറയും. ഇവിടെ കൊടുക്കാൻ നേരത്തെ അവർക്ക് എല്ലാ കറിയും വേണം. എല്ലാം കൂടെ നടക്കത്തില്ല പോലെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും. നമ്മൾ അതൊക്കെ ജോലിക്കാരെയൊക്കെ കൂടുതൽ പേരെ നിർത്തിയേ പറ്റൂ. അങ്ങനെയുള്ള ചിലവൊന്നും ഇവിടെ കിട്ടത്തില്ല നമുക്ക്.
നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ കുടുംബം അതുകൊണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ആ ഒരു ലാഭം മാത്രമേ ഇവിടുന്ന്. ഇറച്ചി തയ്യാറാക്കി എടുക്കാനേ എത്ര സമയം എടുക്കും? വിറകെടുപ്പിലല്ലേ തയ്യാറാക്കുന്ന? അപ്പോൾ എത്ര മണിക്കൂർ എടുക്കും അത് തയ്യാറാക്കി എടുക്കാൻ? 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ? 2 മണിക്കൂർ എടുക്കാതെ എടുക്കത്തില്ല. ഇത് കഴുകി വൃത്തിയാക്കി അടുപ്പിൽ കയറ്റിയാൽ 2 മണിക്കൂർ സമയം എടുക്കും. നമ്മൾ വൃത്തിയായിട്ട് വെന്തതിന് ശേഷം ആയിരിക്കും കൊടുക്കത്തുള്ളൂ. പൂർണ്ണമായിട്ട് വെന്തതിന് ശേഷം കടയിൽ കൊടുത്തു തുടങ്ങുന്നത്. മസാല കൂട്ടൊക്കെ സ്വന്തമായിട്ട് തയ്യാറാക്കുന്നതാണോ? അത് ഇപ്പം മുളക് പൊടിയൊക്കെ മേടിക്കും. ഇപ്പം മേടിക്കുവാണ്. മുന്നേ സ്വന്തമായിട്ട് തയ്യാറാക്കി എടുക്കുന്നത് തന്നെയായിരുന്നു. ഇപ്പം മേടിക്കുന്നത് വെച്ചാൽ നമ്മൾ പറയുന്നതാണ്, ശരീര സുഖമില്ല. ചേട്ടാ, ബീഫ് എങ്ങനെയുണ്ട്? ഇതുപോലൊരു ബീഫ് ഞാൻ വേറെ കഴിച്ചിട്ടില്ല. സത്യം. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. പട്ടാളത്തിലാ? നാട്ടിൽ വന്നപ്പോൾ വെക്കേഷൻ ആണ് ഇപ്പം. വെക്കേഷൻ വന്നപ്പോൾ ഇത് വന്ന് കഴിക്കണം. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി മാത്രം, സവാള ഉപയോഗിക്കത്തില്ല. ബീഫിൽ ചെറിയ ഉള്ളി മാത്രമാണ് ഉപയോഗിച്ച് വരുന്നത്.